2024-25 സീസൺ, അതായത് കഴിഞ്ഞ സീസൺ ബാർസലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ അർമാദിച്ചിട്ടുള്ള ഒരു സീസണാണ്. വല്ലാത്ത രീതിയിൽ ആരാധകർക്ക് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള ഒരു സീസണാണ്. ഒരു പഴയ ബാർസലോണയെ തിരിച്ചു കിട്ടുന്നു എന്ന പ്രതീക്ഷകൾ ആരാധകർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞൊരു സീസൺ എന്ന് പറയുന്നത്. ഹാൻസി ഫ്ലിക്ക് എന്ന പുതിയ തന്ത്രശാലി ബാർസലോണ കുപ്പായത്തിൽ വന്നിറങ്ങുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു റിസൾട്ടാണ് അദ്ദേഹം ബാർസലോണക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പഴയ ബാർസലോണയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡ് നിരയും ഒരു മുന്നേറ്റ നിരയും എല്ലാം കൊണ്ടും ബാർസ ആരാധകർക്ക് കുറച്ച് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു സീസണാണ് കടന്നുപോയത്. ആ ഒരു സീസണ് കഴിഞ്ഞു, ലാലിഗ ടൈറ്റിൽ അടിച്ചു, ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി. ഇനി അങ്ങക്ക് ആ പഴയ ബാർസലോണയെ, ആ ഒരു പഴയ ലൈനപ്പിലേക്ക് ബാർസലോണ എത്തിയിട്ടുണ്ട്. ബാർസലോണ ആരാധകരൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഇതിനിടയിലേക്കാണ് ഈ സീസൺ കടന്നു വരേണ്ടത്. ഈ സീസണിലേക്ക് വരുമ്പോൾ എല്ലാ വമ്പൻ ക്ലബ്ബുകളും ഓരോ താരങ്ങളെ ടീമിലെത്തിക്കുന്നുണ്ട്. FC ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം കുറച്ചിങ്ങനെ കാത്തു നിൽക്കുന്നു. ആദ്യം ബാർസലോണ ശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്നും ബാർസലോണ ആരാധകർ കൊതിച്ചിരുന്ന നിക്കോ വില്യംസിന് വേണ്ടിയിട്ടാണ്. തൻ്റെ പഴയ ക്ലബ്ബിൽ തന്നെ കരാറ് പുതുക്കുകയാണ് നിക്കോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ നിക്കോ വില്യംസ് എത്തിക്കഴിഞ്ഞാൽ ബാർസ ആരാധകർ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ആ ടീമിനെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരു ഭാഗത്ത് ലമീന യമാലും മറുഭാഗത്ത് നിക്കോ വില്യംസും കൂടെ ആകുമ്പോൾ സ്പെയിനിൽ അവർ യൂറോ കപ്പ് എങ്ങനെയാണോ നേടിയത് അതിനെ തുടർന്നിട്ടുള്ള ഒരു കളിശൈലി ആരാധകർക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഏറെക്കുറെ ബാർസലോണ ആരാധകരെല്ലാവരും ഉറപ്പിച്ചാണ് നിക്കോ വില്യംസിൻ്റെ കടന്നുവരവ്. പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം വീണ്ടും കരാറ് പുതുക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. പിന്നീട് ബാർസ ശ്രമിക്കുന്നത് നമ്മുടെ ലൂയിസ് ഡിയസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ലൂയിസ് ഡിയസിനെയും ടീമിലെത്തിക്കാനായിട്ട് സാധിക്കാതെ വരികയാണ്. ഈ ഒരു അവസരത്തിൽ സീസണിൽ ബാർസ ആരെ കൊണ്ടുവരുമെന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ആരാധകരിങ്ങനെ മുൻമുന കൂർത്തു നിൽക്കുമ്പോഴാണ് ബാർസയുടെ മാനേജ്മെൻറ്റ് അങ്ങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്നത്. ആ ചെകുത്താൻ കോട്ടയിൽ നിന്നും ഒരു ചുവന്ന ചെകുത്താനെ കൊണ്ടുവരാനായിട്ട് FC ബാർസലോണ തയ്യാറെടുക്കുന്നു. അങ്ങനെ മാർക്കോസ് റാഷ്ഫോർഡിനെ ബാർസലോണ ടീമിലെത്തിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിക്കുകളുള്ള ഒരു കളിക്കാരനൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു സൈനിങ് ആണ് എന്ന് വേണം പറയാൻ. ബാർസലോണയ്ക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം റാഷ്ഫോർഡിനെ കളിപ്പിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ പരിക്കും കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ പന്ത് തട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ബാർസലോണയിൽ പന്ത് തട്ടിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ പറഞ്ഞേക്കാം. ബാർസലോണയുടെ മേനി വേദന ആവാത്ത രീതിയിലുള്ളൊരു ട്രാൻസ്ഫറാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്തൊക്കെ തന്നെ പറയുമ്പോഴും FC ബാർസലോണ റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം റാഷ്ഫോർഡ് ആ ഒരു പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാർസലോണയെ പിടിച്ചാൽ കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം ഹാൻസി ഫ്ലിക്ക് കൊണ്ടുവന്നിട്ടുള്ള താരങ്ങളെ അദ്ദേഹം വളർത്തിയെടുക്കുന്ന താരങ്ങളാണ്. അതായത് അദ്ദേഹമാണ് ഇപ്പോൾ ഓരോ താരങ്ങൾക്കും മൂർച്ച മിനുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിരയിലേക്ക് റാഷ്ഫോർഡിനെ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, റാഷ്ഫോർഡിൻ്റെ ആ ഒരു കളിമികവ് അതിലേക്കും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ബാർസലോണയെ പിടിച്ചാൽ കിട്ടൂല എന്ന് വേണം പറയാൻ. റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർവേഡാണ്. മികച്ച രീതിയിൽ ഫോർവേഡ് നിരയും പാസുകളും അസിസ്റ്റുകളും കൊടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലം പോലത്തെ കളിക്കാരനാണ്. ഇതിനൊക്കെ മറ്റൊരു ഉപരി ബാർസയുടെ മധ്യനിരയും മുന്നേറ്റ നിരയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാനുണ്ട് എന്നുള്ളതാണ്. ബാർസയുടെ നമുക്കറിയാം മിഡ്ഫീൽഡ് നിരയൊക്കെ സംബന്ധിച്ചിടത്തോളം പെഡ്രി ആയാലും ഗാവി ആയാലും ഡിജോങ് ആയാലും ഇവരുടെ ആ ഒരു പിന്തുണ ഫോർവേഡിലേക്ക് കിട്ടുമ്പോൾ ഫാസ്റ്റായിട്ടുള്ള ലെവൻഡോസ്കിയെ പോലെ, റഫീനിയെ പോലെ, ലമിന യമാലിനെ പോലെ ഇനി ആ ഒരു നിരയിലേക്ക് റാഷ്ഫോർഡും കൂടി വരുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റ നിര തന്നെയായിരിക്കും അവിടെ ബാർസലോണയുടെ ആ ഒരു മുന്നേറ്റ നിരയിൽ കാണാനായിട്ട് സാധിക്കുക. എതിരാളികളെ പിടിച്ചു കുലുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ റാഷ്ഫോർഡ് ഫോമായിട്ട്, അതായത് അദ്ദേഹത്തിന് ചില സെൽഫിഷ് കളിയൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഹാൻസി ഫ്ലിക്കിൻ്റെ കളിശൈലിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനനുസരിച്ച് കളിക്കാനുള്ള ഒരു ത്വര ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മുന്നേറ്റം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ പടുത്തുയർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇതിനൊക്കെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റാഷ്ഫോർഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്ലബ്ബാണ് ബാർസലോണ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സാലറി പോലും 19-18 മില്യൺ പൗണ്ടോളം ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. പക്ഷേ അത് 10 മില്യൺ പൗണ്ട് മതി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോലും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് ബാർസലോണയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2026 വേൾഡ് കപ്പിൻ്റെ ഇംഗ്ലണ്ട് സ്ക്വാഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. അപ്പോൾ ബാർസലോണയിൽ തിളങ്ങാനായിട്ട് അദ്ദേഹം ശ്രമിക്കും.
ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരുപക്ഷെ റൂബൻ അമോറിമിൻ്റെ ആ ഒരു കളിശൈലിയിലേക്ക് അദ്ദേഹം വരാത്തത് കൊണ്ടാണ് ആസ്റ്റൺ വില്ലയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോകുന്നത്. ബട്ട് ഇവിടെ ഹാൻസി ഫ്ലിക്കിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ, ഹാൻസി ഫ്ലിക്ക് എന്താണോ പറയുന്നത് അതാണ് ആ ടീമിൽ നടക്കുന്നത്. അദ്ദേഹം എന്താണോ വിചാരിക്കുന്നത് അതാണ് ആ ഒരു ടീമിലെ മൊത്തം കളിക്കാരും, അതായത് ബാർസലോണയിലെ മൊത്തം താരങ്ങളും വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ റാഷ്ഫോർഡിൻ്റെയും അവസ്ഥ. കാരണം റാഷ്ഫോർഡും അങ്ങനെ ഉയർന്നു വരാനാണ് സാധ്യത. കാരണം നിലനിൽക്കുക എന്ന് പറയുന്നത് റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമായിട്ടുള്ളൊരു ഘട്ടം. കാരണം ഒന്ന് തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് FC ബാർസലോണ, മറ്റൊന്ന് 2026 വേൾഡ് കപ്പിൻ്റെ സ്ക്വാഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമ്മർദ്ദമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ റാഷ്ഫോർഡ് തിളങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയാലോ ഇനി ബാർസലോണയെ പിടിച്ചാൽ കിട്ടൂല എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് ഭാഗത്തു നിന്നും ലമീൻ യമാലും റഫീനിയയും കൊണ്ടുവരുന്ന ഫാസ്റ്റായിട്ടുള്ള മൊമെൻറ്റിനെ ലെവൻഡോസ്കി കയ്യിലൊതുക്കുന്നു, അല്ലെങ്കിൽ റാഷ്ഫോർഡ് കയ്യിലൊതുക്കുന്നു. എജ്ജാതി ഒരു കളിയായിരിക്കും ഇനി കാണാനായിട്ട് സാധിക്കുക. എങ്ങനെ വന്നാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആവശ്യമില്ലാത്ത ഒരു പ്ലെയറെ ബാർസലോണ സൈൻ ചെയ്തിരിക്കണമെങ്കിൽ എന്തൊക്കെയോ ബാർസലോണ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്.